ഇന്ന് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 139ാമത് ജന്മദിനമാണ്. രാജ്യമെങ്ങും ഈ ദിനം കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ മതേതരവാദികളും ആഘോഷിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മറ്റേതൊരു കാലത്തെക്കാളും കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പണിക്കർ, വല്ലഭായ് പട്ടേൽ, അവരൊക്കെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നേടിയെടുത്ത രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ തുടർന്ന് നിലവിൽ വന്ന ജനാധിപത്യ ഭരണ സംവിധാനം, ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനകരമായൊരു ജനാധിപത്യ മാതൃക ജവഹർലാൽ നെഹ്റു സൃഷ്ടിച്ചു. ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 364 സീറ്റുമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അന്ന് കേവലം 16 സീറ്റ് മാത്രം കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ആദരണീയനായ AK ഗോപാലനെ, AKGയെ, നാം AKG എന്ന് വിളിപ്പിക്കുന്ന പ്രിയപ്പെട്ട AKGയെ പ്രതിപക്ഷ നേതൃപദവിക്ക് വേണ്ട അംഗബലമില്ലാതിരുന്നെങ്കിലും പ്രതിപക്ഷ നേതൃപദവിയുടെ സർവ്വവിധ അംഗീകാരവും നൽകി ജവഹർലാൽ നെഹ്റു ആദരിച്ചു. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം, അതാണ് ജനാധിപത്യ പാരമ്പര്യം. ആ പാരമ്പര്യം തച്ച് തകർക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇന്ന് പാർലമെൻറ്റിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ, അദാനിയെ എതിർത്താൽ, സാമ്പത്തിക ശക്തികളെ എതിർത്താൽ അവരെ അധികാരത്തിൽ നിന്നും പുറന്തള്ളുന്ന സ്ഥിതി, അവരുടെ അംഗത്വം റദ്ദാക്കുന്ന അവസ്ഥ, രാഹുൽ ഗാന്ധിയെപ്പോലും അയോഗ്യത കൽപ്പിച്ച് ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വരികൾ നീക്കം ചെയ്യുന്ന സാഹചര്യം. എന്തിനേറെ പറയുന്നു, ഇന്നത്തെ സ്ഥിതി എന്താ? പാർലമെൻറ്റിൻ്റെ 100-ൽ പരം പ്രതിപക്ഷ MP-മാരെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി പുറന്തള്ളിക്കൊണ്ടാണ്, പുറത്താക്കി സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിയമങ്ങൾ തന്നെ പാസ്സാക്കി, സുപ്രധാനമായ നിയമങ്ങൾ പോലും പാസ്സാക്കുന്നത്. ജനാധിപത്യത്തെ തകർത്ത്, മതേതരത്വത്തെ തകർത്ത് ഇന്ത്യയിൽ ഏകാധിപത്യ വാഴ്ച നിലവിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഏകാധിപത്യത്തിനെതിരെ ശക്തമായൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ പര്യാപ്തമായ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസും ജനാധിപത്യ ശക്തികളും ചേർന്നുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രസക്തമായത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതര ആശയങ്ങൾ, ഇന്ദിരാഗാന്ധി ഉയർത്തിപ്പിടിച്ച സാമ്പത്തിക നയം, ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉയർത്തിപ്പിടിച്ച സാമ്പത്തിക നയങ്ങൾ, ആ നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം കോൺഗ്രസ്സിന് ഗുണകരമായില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ആ നയങ്ങളാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഇപ്പോൾ ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിമാരെ, അദാനിമാരെയും അംബാനിമാരെയും പ്രീണിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് അടിയറ വയ്ക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് സെക്യുലറിസം ഈസ് ദി കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇന്ദിരാഗാന്ധി ജീവൻ കൊടുത്തു പോലും ഉയർത്തിപ്പിടിച്ച മഹത്തായ ആശയമാണ് മതേതരത്വം. ആ മതേതരത്വ മൂല്യങ്ങളിൽ തെല്ലും ചോർച്ചയുണ്ടാകാൻ പാടില്ല. ആ മതേതര മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാലത്തിൻ്റെ ആഹ്വാനം. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി കോൺഗ്രസ്സിനെ പങ്കെടുക്കാൻ ആര് ക്ഷണിച്ചാലും അതിൽ പങ്കെടുക്കരുത്. ആ ക്ഷണം നിരസിക്കണം, നിരാകരിക്കണം, കയ്യോടെ നിരാകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം
BJPക്ക് ഒരു കൃത്യമായ അജണ്ടയുണ്ട്. അവർ വർഗീയ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര ഹിന്ദുത്വ സമീപനങ്ങൾക്ക് എതിരെ ശക്തമായ പ്രതിവിധി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത്, കയ്യോടെ തള്ളണം, അത് നിരാകരിക്കണം. അത് കോൺഗ്രസ് മാത്രമല്ല, ജനാധിപത്യ മതേതര മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.